പ്രിയ മക്കളെ, സുഖമല്ലേ എല്ലാവർക്കും? ഇത് 7-ാം പാഠത്തിലെ 3-ാം ഭാഗമാണ് നമ്മുടെ. നമുക്ക് ഈശോയോട് ഒന്ന് പ്രാർത്ഥിക്കണ്ടേ? നമുക്കൊന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് കൈകൂപ്പി നിൽക്കുക. എൻ്റെ ഈശോയെ, എപ്പോഴും നല്ല അടിയുറച്ച വിശ്വാസത്തിലും സ്നേഹത്തിലുമായി വളരുവാനുള്ള നല്ല ചിന്തകളും നല്ല ഓർമ്മകളും എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ആമേൻ. മക്കളെ, നമുക്ക് 7-ാം പാഠം അതിൻ്റെ 3-ാം ഭാഗമാണ്. നമ്മൾ 1ഉം 2ഉം ഭാഗം കഴിഞ്ഞ്. ഒന്നെന്തായിരുന്നു മക്കളെ, ഓർമ്മ ഉണ്ടോ? 1-ാം പാഠം സോളമൻ രാജാവായി. 2ാമത് സോളമൻ്റെ ജ്ഞാനത്തെക്കുറിച്ചായിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സോളമൻ്റെ പതനമാണ്. എന്ന് വെച്ചാൽ സോളമൻ ഒരു തെറ്റ് ചെയ്തിട്ട് സോളമൻ വളരെ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ലാണ്ടായി താന്നു പോണ ഒരു മനുഷ്യനായി കാണുകയാണ് നമ്മൾ. അതാണ് സോളമൻ്റെ പതനം. വളരെ വിജ്ഞാനിയാണ് നമ്മുടെ സോളമൻ. അതുപോലെ തന്നെ ഒത്തിരി ഭക്തനാൻ, ദൈവത്തിൽ ഒത്തിരി വിശ്വാസമുള്ള ഒരു മനുഷ്യനും കൂടിയായിരുന്നു. പക്ഷേ സോളമൻ പാപം ചെയ്തു പോയി. എങ്ങനെയാണ് സോളമൻ പാപം ചെയ്തത്? സോളമന് വിദേശ രാജ്യങ്ങളുമായി ഒത്തിരി സൗഹൃദമുണ്ടായി. അവരുമായിട്ട് ഒത്തിരി സമാധാനത്തിലും സൗഹൃദത്തിലുമായിരുന്നു. അതുപോലെ തന്നെ വാണിജ്യ ബന്ധങ്ങളുണ്ടായി, കച്ചവട ബന്ധങ്ങളുണ്ടായി. അതുപോലെ തന്നെ നയതന്ത്രപരമായ ചില കാര്യങ്ങളും ഏർപ്പെട്ടിരുന്നു വിദേശ രാജ്യങ്ങളുമായി. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യത്തിനൊക്കെ പോകുമ്പോൾ ഒത്തിരി വിദേശ വനിതകളുമായി കാണാനിടയായി. അതുമാത്രമല്ല, അവരെ സ്നേഹിക്കുകയും അവരെ വിവാഹം കഴിക്കുകയും ചെയ്തു സോളമൻ. അങ്ങനെയാണ് സോളമൻ പാപത്തിൽ അകപ്പെടുന്നത്. നിങ്ങളും നമ്മളെല്ലാവരും പാപം ചെയ്യും. ഒത്തിരി പാപം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഈശോ കാണുന്നുമുണ്ട്. പക്ഷേ അവിശ്വസ്തത, വിശ്വാസം ഇല്ലായ്മ, അത് ദൈവത്തിന് ഒത്തിരി ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഇപ്പം കുട്ടികളായ നിങ്ങളും ചെറിയൊരു തെറ്റുകൾ, ഇപ്പം നിങ്ങളോട് മാതാപിതാക്കൾക്ക് പറയും, കടയിൽ പോകാൻ പറയും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോയാൽ നിങ്ങളത് കൃത്യമായ ഒരു കാര്യം ചെയ്യാതെ, ഇപ്പം കടയിൽ പോയാൽ തന്നെ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ ഒരു 200 രൂപക്ക് നിങ്ങൾ സാധനം വാങ്ങിച്ച് നിങ്ങൾ വീട്ടിൽ വന്ന് പറയണതാണ് അത് 250 രൂപയായെന്ന് പറയും. അത് നിങ്ങൾ ചെയ്യണ ഏറ്റവും വലിയൊരു തെറ്റാണ്. ഒരു നിങ്ങളുടെ മാതാപിതാക്കളോട് കാണിക്കുന്ന വിശ്വാസമില്ലായ്മ, അവിശ്വസ്തതയാണ് ആ കാണിക്കുന്നത്. അപ്പം അതൊക്കെ ഒത്തിരി തെറ്റാണ് ആ കാണിക്കുന്നത്. നമ്മൾ ദൈവത്തിൽ നിന്ന് അകലാതെ ദൈവത്തിൽ വിശ്വസിച്ച്, നമ്മുടെ മാതാപിതാക്കളിൽ വിശ്വസിച്ച് അവരുമായി സ്നേഹത്തിലായിരിക്കണം. അതുപോലെ തന്നെയാണ് സോളമൻ ചെയ്ത വലിയ തെറ്റ്. സോളമൻ്റെ പിതാവ് ദാവീദ് രാജാവ് സോളമന് ഒരു ഉപദേശം നൽകി. നമ്മൾ 1-ാം ഭാഗത്തിൽ നമ്മൾ പഠിച്ചതാണത്. എന്താണ് ആ ഉപദേശം? ഞാൻ മരിക്കാറായി, ഞാൻ മർത്യരുടെ പാതയിൽ പോവുകയാണ്, എൻ്റെ മരണം അടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് നീ ധൈര്യമായിരിക്കണം, ഒത്തിരി ഉത്തരവാദിത്തത്തോട് നീ പെരുമാറണം. മറ്റൊരു കാര്യം പറഞ്ഞ എന്താണ്? മോശ എഴുതിയതുപോലെ മോശയുടെ കൽപ്പനകൾ, ചട്ടങ്ങൾ, പ്രമാണങ്ങൾ ഇതെല്ലാം നീ അനുസരിക്കണം. അനുസരിച്ചാൽ നീ ഒത്തിരി വിജയിക്കും. അപ്പോൾ അനുസരിച്ചില്ലെങ്കിലോ ഒത്തിരി ദുഃഖിക്കേണ്ടി വരുമെന്ന് പിതാവായ ദൈവം മുൻപേ ഒരു ശാസന പുത്രനായ സോളമന് കൊടുത്തിരുന്നു. ഇതൊന്നും വകവെക്കാതെയാണ്. അതുമാത്രമല്ല, പിതാവായ ദൈവം സോളമന് പ്രത്യക്ഷപ്പെട്ട് പറയണത്, നീ വിദേശ വനിതകളുമായി വിവാഹം ചെയ്യരുതേ, അവരുമായി കൂടുതൽ അടുക്കരുതേ. കാരണം അവർ നിന്നെ അന്യദേവന്മാരിലേക്ക് തിരിക്കും. അന്യദേവന്മാരെ ആരാധന നടത്താനും അവരാവശ്യപ്പെടും. തൻ്റെ
വിദേശ ഭാര്യമാരെ തൃപ്തരാക്കാൻ സോളമൻ ഒത്തിരി പാപം ചെയ്യേണ്ടി വന്നു. മ്ലേച്ഛ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും അവർക്ക് ബലിയർപ്പിക്കുകയും അങ്ങനെയുള്ള മോശമായ രീതിയിലേക്ക് സോളമൻ മാറുകയും ചെയ്തു. പിതാവായ ദൈവത്തിൻ്റെ വാഗ്ദാനം മാറ്റിവെക്കുകയാണ് സോളമൻ ഉണ്ടായത്. അതുകൊണ്ട് എന്താണ്, സോളമനെ ദൈവം ഒത്തിരി ശിക്ഷിക്കുകയാണ് ചെയ്യണത്. പിതാവായ ദാവീദ് വലിയൊരു ഉപദേശം കൊടുത്തിരുന്നു. ആ ഉപദേശത്തിലൊന്നും നിലനിൽക്കാതെ സോളമൻ്റെതായ ആ ഒരു വ്യക്തിത്വത്തിൽ സോളമൻ നീങ്ങുകയാണ്. കാരണം ഭാര്യമാരെ തൃപ്തിപ്പെടുത്തുക എന്നതാണ് സോളമൻ്റെ മുഖ്യമായ ലക്ഷ്യം. ആ ഒരു രീതിയിലായപ്പോൾ സോളമന് പാപം ചെയ്യേണ്ടി വന്നു. തൻ്റെ വിദേശ ഭാര്യമാരെ തൃപ്തരാക്കാൻ വേണ്ടി അന്യദേവന്മാർക്ക് ജെറൂസലേമിൽ ആരാധനാലയങ്ങളും ബലിപീഠങ്ങളും സ്ഥാപിച്ചു കൊടുത്തു. അതുപോലെ തന്നെ സോളമൻ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരു മനുഷ്യനായി അവിടെ മാറുകയാണ്. തൻ്റെ പിതാവായ ദാവീദിൻ്റെ വാഗ്ദാനം മറന്നുപോവുകയാണ്. കർത്താവിൻ്റെ ശാസനകൾ മറന്നുപോവുകയാണ്. പിതാവായ ദാവീദ് പറയുന്നുണ്ട്, കർത്താവിൻ്റെ ശാസനകൾ നീ നിറവേറ്റണം, കർത്താവ് പറയുന്നത് പോലെ നീ ചെയ്യണം. പക്ഷെ ഇതൊന്നും സോളമൻ രാജാവ് നിറവേറ്റിയില്ല. സോളമൻ രാജാവിൻ്റെ എല്ലാ കാര്യങ്ങളും തൻ്റെ വിദേശ ഭാര്യമാരെ തൃപ്തിപ്പെടുത്തുക, അവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ള ഒരു കാര്യമായിരുന്നു സോളമൻ രാജാവിൻ്റെ ഏകലക്ഷ്യം. അതിനുവേണ്ടിയാണ് സോളമൻ രാജാവ് ബലിപീഠങ്ങളും ആരാധനാലയങ്ങളും എന്നുവെച്ചാൽ അന്യദേവന്മാർക്ക് വേണ്ടിയുള്ള ആരാധനാലയം പണിതത്. കർത്താവ് സോളമനോട് പറയുന്നുണ്ട്, നിന്റെ മനസ്സ് ഇതെന്ത് പറ്റി, ഇത് നീ ഇങ്ങനെ ചെയ്യാനായിട്ട് നീ എന്താണ് സംഭവിച്ചത്, എൻ്റെ ഉടമ്പടിയെന്ന് നീ ഓർക്കണില്ല എന്ന് സോളമനോട് കർത്താവ് ചോദിക്കുന്നുണ്ട്. പക്ഷേ സോളമൻ ഈ ഉടമ്പടിയും കൽപ്പനകളും ഒന്നും പാലിക്കണില്ല. സോളമൻ്റെ വിദേശ ഭാര്യമാരെ തൃപ്തിപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യത്തിലായിരുന്നു സോളമൻ്റെ ജീവിതം. അങ്ങനെ ഇരിക്കെ ദൈവം സോളമൻ്റെ രാജ്യം രണ്ടായി വിഭജിക്കാൻ തീരുമാനിക്കണേ. ഈ കൊടും പാപം ചെയ്തതിന് സോളമന് കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷയാണത്. രാജ്യം വിഭജിക്കുക. ഒരു നേതാവ് അല്ലെ ഒരു രാജാവ് ജനങ്ങളുടെ ഇഷ്ടം അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഇഷ്ടം നിറവേറ്റില്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒത്തിരി അനിഷ്ടമായ സംഭവങ്ങൾ ഉണ്ടാകും. സമ്പത്തിനേക്കാളും സ്ഥാനമാനങ്ങളെക്കാളും നാം വിലമതിക്കേണ്ടത് ദൈവിക ജ്ഞാനമാണ്. കാരണം അത് ദൈവിക ജ്ഞാനം മറ്റ് ഒരിടത്തുനിന്നും നമുക്ക് കിട്ടൂല. അത് ദൈവത്തിൻ്റെ കരത്തിൽ നിന്നാണ്, ദൈവത്തിൻ്റെ കരമാണ് നമുക്ക് ജ്ഞാനം തരുന്നത്. പക്ഷെ ഇതെല്ലാം മനസ്സിലാക്കാതെ സോളമൻ പാപം ചെയ്യുകയാണ്. അങ്ങനെയാണ് ഇസ്രയേൽ രാജ്യം രണ്ടായി വിഭജിക്കപ്പെടുന്നത്. എന്തോരം സ്ഥാനമാനങ്ങളാണ് ദൈവം സോളമന് കൊടുത്തത്. ആദ്യജാതനല്ലായിരുന്നിട്ടും കർത്താവ് സ്നേഹിച്ച് സോളമനെ രാജാവാക്കി. ജ്ഞാനം കൊടുത്ത്, എത്രയോ ജ്ഞാനം കൊടുത്ത്, ഒരു രാജാവിനും അല്ലെ ഒരു മറ്റാർക്കും ഇല്ലാത്തതിനേക്കാളും കർത്താവ് വാഗ്ദാനം ചെയ്യണ ജ്ഞാനം, സമ്പത്ത്, ഇത് ആർക്കും ഉണ്ടാകൂല, ഇനിയൊട്ട് ഉണ്ടാകുകയുമില്ല. അത്രേക്ക് ജ്ഞാനവും സമ്പത്തും പിതാവായ ദൈവം സോളമന് കൊടുത്ത്. എന്നിട്ട് പോലും സോളമൻ ദൈവത്തിൽ നിന്ന് അകന്ന്. എത്രയോ വലിയ പാപമാണത്. നമ്മൾ ആരെങ്കിലും അങ്ങനെ, കുട്ടികളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. എത്രയോ സ്ഥാനങ്ങൾ, എത്രയോ നല്ല നല്ല കാര്യങ്ങൾ ദൈവം കൊടുത്ത്, ദൈവം അത് ഉറപ്പിച്ചു.
എന്നിട്ട് പോലും സോളമൻ തൻ്റെ പിതാവായ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ, ദൈവത്തിൻ്റെ ശാസനകൾ ഇതെല്ലാം പോയില്ലേ? ഇതെല്ലാം മറന്നു കളഞ്ഞില്ലേ? ഒരു രാജാവാകുക, ഇസ്രയേലിൻ്റെ മുഴുവൻ രാജാവായിരുന്നു സോളമൻ. ഒരു രാജാവാകുക, ആ രാജാവിന് വേണ്ട ജ്ഞാനം കൊടുക്കുക, ഇതെല്ലാം ദൈവം കൊടുത്തിട്ട് ദൈവം അവനെ ഒത്തിരി അനുഗ്രഹിക്കുകയും ചെയ്ത്, ഒത്തിരി അനുഗ്രഹിച്ച്. ഈ അനുഗ്രഹങ്ങളും ഈ സ്ഥാനമാനങ്ങളും എല്ലാം വെറും നിസാരം വിദേശ വനിതകളുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിൽ എന്ത് സംഭവിച്ചു? എല്ലാം നശിഞ്ഞു പോയി. ആ രാജ്യം തന്നെ, ഇപ്പം നമ്മളുടെ രാജ്യം തന്നെ രണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്താ സ്വസ്ഥതയുള്ള? നല്ലൊരു രാജാവ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു നേതാവ് ഉണ്ടെങ്കിൽ നമുക്ക് എത്രയോ നല്ലതാണ്, ജനങ്ങൾക്ക് എപ്പോഴും സുരക്ഷിതമായിരിക്കും. പക്ഷേ രാജ്യം രണ്ടായി വിഭജിച്ചാൽ ഒന്നുമില്ലാണ്ടാവും. അത്രയ്ക്ക് കഠിനമായ പാപമാണ് സോളമൻ രാജാവ് ദൈവത്തോട് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ദൈവം രാജ്യം രണ്ടായി വിഭജിച്ചത്. എന്തോരം നല്ല നല്ല പദവി കൊടുത്ത് ഒരു രാജാവാക്കി, പിതാവായ ദൈവം സോളമനെ രാജാവാക്കി, അതിനുശേഷം നല്ല ജ്ഞാനം കൊടുത്ത്, ഇതെല്ലാം കൊടുത്തില്ലേ ദൈവം? പക്ഷേ പിതാവായ ദൈവത്തെ നിന്ദിക്കുകയല്ലേ സോളമൻ ചെയ്തത്? പതനത്തിലൂടെ സോളമന് എല്ലാം നഷ്ടമായില്ലേ? ദൈവത്തെ ആരാധിക്കണതിന് പകരം സോളമൻ വിജാതീയ അന്യദേവന്മാരെ ആരാധിക്കുകയാണ് ചെയ്തത്. ഈ ദാനം ദൈവത്തിൻ്റെതാണ്. ഇതെല്ലാം ജ്ഞാനവും രാജ്യത്വവും എല്ലാം ദൈവത്തിൽ നിന്ന് മാത്രമുള്ളതാണ്. മക്കളായ നിങ്ങളും നമ്മളെല്ലാവരും ജീവിക്കുന്നതും ആയിരിക്കുന്നതും എല്ലാം ദൈവത്തിൽ നിന്ന് മാത്രമാണ്. ദൈവമാണ് നമ്മളുടെ ഏക രക്ഷകനും. ആ ഒരു ചിന്തയിൽ ഉണ്ടായിരുന്നെങ്കിൽ സോളമൻ രാജാവ് എത്രയോ വലിയ പദവിയിലായിരുന്നേനും. പക്ഷേ നിസാരം ഒരു നിമിഷത്തേക്കുള്ള ആ ഒരു തെറ്റ് കാരണം സോളമൻ രാജാവിൻ്റെ രാജ്യത്വം എല്ലാം പോയില്ലേ? നമുക്ക് ദൈവത്തോടു കൂടെ ആയിരിക്കാം, ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവത്തിൽ വളരാം. നമുക്ക് ദൈവത്തെ നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം. അങ്ങനെ ആയിരിക്കണം മക്കളെ നമ്മൾ എല്ലാവരും ജീവിക്കേണ്ടതും. അതുതന്നെയാണ് നമ്മളുടെ കാഴ്ചപ്പാടും. ദൈവം നമ്മളുടെ ഏക രക്ഷകനാണ്. ദൈവത്തിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. ദൈവം തരുന്നത് എന്ത് തന്നാലും ദൈവം അത് ഒരു മുതൽക്കൂട്ടാക്കി തരും. ആ ഒരു മുതൽക്കൂട്ട് നമ്മളുടെ ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിക്കുക. ദൈവത്തോട് ആരാധിക്കുക, ദൈവത്തെ മാത്രം വിളിക്കുക, ദൈവത്തിൽ ആയിരിക്കുക. നമുക്ക് ഈ പാഠം എന്താണ് തരുന്നത്? എന്താണ് നമുക്ക് നമ്മുടെ മനസ്സിൽ തരുന്നത്? എന്ത് കാര്യം നമുക്ക് ഈ പാഠം വഴി നമുക്ക് ഓർമ്മയിൽ വെക്കാം, അല്ലെ ഓർമ്മപ്പെടുത്താം? വിജ്ഞാനിയായ സോളമൻ്റെ പതനം തന്നെയല്ലേ അത് എന്താണ് നമ്മുടെ മനസ്സിൽ, അല്ലെ നമുക്ക് തരുന്ന ആ ഒരു പാഠം എന്താണ്? എന്ത് പറ്റി സോളമന്? ആ ഒരു പാഠം നമുക്കൊന്ന് ഗ്രഹിക്കാം. ആ പാഠം നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള ഒരു കുറിപ്പ് എഴുതി നിങ്ങളെ ടീച്ചേഴ്സിന് കൃത്യമായിട്ട് തന്നെ അത് അയച്ചു കൊടുക്കണം. ഈ പാഠഭാഗത്തിലെ പ്രവർത്തനമാണ് ഞാനിപ്പോൾ തന്നത്. അതുപോലെ ഈ ക്ലാസ്സിൽ തരുന്ന ഓരോ പ്രവർത്തനവും നല്ല രീതിയിൽ ചെയ്യാൻ, അതനുസരിച്ച് ജീവിക്കാനുള്ള ആ ഒരു കൃപ കൂടി നിങ്ങൾക്ക് ദൈവം തരും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരണം നമ്മൾ ഈ ക്ലാസ്സിൽ ഇത്രയും നേരം ദൈവത്തിൻ്റെ കൃപയുണ്ടാണ്, കൃപയും അനുഗ്രഹമാണ് നമ്മൾ ഇത്രയും നേരം ഈ ക്ലാസ് കാണാനും അത് കേൾക്കാനും ദൈവം ഇടവരുത്തിയത്. അതിന് നമ്മളെല്ലാവരും ദൈവത്തിന് നന്ദി ഉള്ളവരായിരിക്കണം. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, കുട്ടികളായ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും ഈശോ തരുന്ന ജ്ഞാനത്തിൽ വളരുവാനും വളർത്തുവാനും സഹായിക്കണമേ. ആമേൻ. കുട്ടികളെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.